നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്, പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യുകയാണെങ്കിൽ പോലും. അപ്പോൾ അവിടെയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് നമുക്കൊരു ഇൻബാലൻസ് ഉള്ള ഏരിയ അതിൻ്റെ അടുത്ത് വരെ പ്രൈസ് എത്തും എന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ വർക്ക് ചെയ്യുന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളിലുള്ള നമ്മുടെ ട്രസ്റ്റ് ഒന്നും കൂടെ കൂടുകയും അത് ഫോളോ ചെയ്യാൻ നമുക്ക് അതൊരു പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസും അതുപോലെ ഇൻബാലൻസ് പോലെയുള്ള കൺസെപ്റ്റുകൾ ഒക്കെ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാർട്ടിൽ പോയിട്ട് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ നടക്കുന്നതിന് കാരണമായിട്ടുള്ളത് ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് തന്നെയാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ട് മിറ്റിഗേഷൻ സംഭവിക്കുന്നു, എന്താണ് ലഘൂകരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് വിശദമായിട്ട് കാണാം. ഇവിടെ അവർ വലിയ മില്യൺസിനാണ് സ്മാർട്ട് മണി എപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിറ്റിഗേഷൻസ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് അവരത് റിസ്കിനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കൺസെപ്റ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസും ഇൻബാലൻസും, നമ്മളുടെ പ്രീവിയസ് എപ്പിസോഡുകളിൽ, അതായത് ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഇതേ എപ്പിസോഡുകളിൽ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയിട്ട് കാണുക. ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇതേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ രണ്ട് വീഡിയോയുടെയും ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊന്ന് ബേസിക് പറഞ്ഞു പോയാൽ, നമ്മൾ ഇൻബാലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു ഇൻബാലൻസ്, ഇവിടെ ഒരു ഇൻബാലൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇൻബാലൻസ് ആയതെന്ന് വെച്ചാൽ ഒരു മേജർ ക്യാൻഡിൽ, ആ ക്യാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാൻഡിലിൻ്റെ നിയറസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ക്യാൻഡിലിൻ്റെ ടോപ്പ് വിക്കും ഇതേ ക്യാൻഡിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇമ്മീഡിയറ്റ് റൈറ്റ് സൈഡിലുള്ള ബോട്ടം വിക്കും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മളൊരു ബോക്സ് വരച്ചാൽ, അതല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, ഈ മൂന്ന് ക്യാനുകൾ എടുത്താൽ ഇതിനിടയ്ക്കൊന്നും ഇങ്ങനത്തെ സ്പേസ് ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ഇത് വെച്ചിട്ട് വലിയ റിസ്ക് റിവാർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ആ ഫുൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് കാണാം. വലിയ റിസ്ക് റിവാർഡുള്ള ട്രേഡുകൾ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു സപ്പോർട്ട് ഉണ്ട് ഇവിടെ അല്ലേ. ഈ ഒരു സപ്പോർട്ടിന് താഴേക്ക് പ്രൈസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സോൺ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നു. ലിക്വിഡിറ്റി പൂൾ എന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ എന്നോ നമ്മൾ പറയുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 15 മിനിറ്റിലാണ്, 1 മിനിറ്റിൽ പോയാൽ ഇവിടെയൊക്കെ കൂടുതൽ ക്യാൻഡിലുകൾ ഉണ്ടാവാം. അപ്പോൾ ആ അത്രയും ഏത് മുതൽ ഏത് വരെയുള്ള ക്യാൻഡിലുകൾ നമുക്ക് എടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് ക്രൈറ്റീരിയകൾ എന്നുള്ളത് ആ വീഡിയോയിൽ പോയിട്ട് വിശദമായിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളുടെ ബേസിലാണ് ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യും. ഇപ്പം ഇവിടെ ഇങ്ങനെ ലെവൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്നാൽ ഈ ലെവൽ കൂടുതൽ റിലയബിൾ ആണ് എന്നുള്ളതാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കൂടുതൽ വിശ്വസിക്കാം, ഈ ഒരു സപ്പോർട്ടിനെ. അതുപോലെ തന്നെ ഇതിലേക്ക് ഇത് ഫില്ല് ചെയ്യപ്പെടും എന്നുള്ളതും സ്മാർട്ട് മണി കൺസെപ്റ്റ് പ്രകാരം നമുക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് പലരും ട്രേഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതൊരു നല്ല സപ്പോർട്ടായിട്ട് വീണ്ടും ആക്ട് ചെയ്യുന്നത് തിരികെ പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ ഇതൊരു നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. എന്തുകൊണ്ട്, മറ്റ് കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അത് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിലും ഈ ഒരു മിറ്റിഗേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ എന്തുകൊണ്ടാണ് അത് നമുക്ക് റിലയബിൾ ആവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക്, മിറ്റിഗേഷൻ്റെ കൺസെപ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറലി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓടിച്ചൊന്ന് പറഞ്ഞു പോവാം. ഇപ്പം നമ്മൾ ഒരു മാർക്കറ്റിനെ ഒരു ഡയറക്ഷനിൽ നിന്നും ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഇവിടെ നിന്ന് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ സ്മാർട്ട് മണിയൊക്കെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് പ്രോഫിറ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ വലിയ മില്യൺസിനോ ബില്യൺസിനോ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഒരു പരിധി വരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കൂടുതൽ പർച്ചേസ് വരുമ്പോൾ, കൂടുതൽ ഡിമാൻഡ് കൂടുമ്പോൾ ആ ഡിമാൻഡ് കൂടിയ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പ്രൈസിനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യുന്നത് നേരിട്ടിട്ടല്ല, ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ
ഇവർ മാർക്കറ്റിനെ മൂവ് ചെയ്യുമ്പോൾ അവർ ഇവിടുന്ന് വാങ്ങിച്ചു തുടങ്ങുകയാണ്. ഇവിടുന്ന് വാങ്ങിച്ച് പല ഘട്ടത്തിലും ചെറിയ ചെറിയ ഓർഡറുകൾ ആയിട്ട് അവർ വാങ്ങിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു റാലിയുടെ പ്രോഫിറ്റ് തന്നെ ഇത്രയും മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിന്നുള്ളൊരു പ്രോഫിറ്റിനെ അവർ ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് തന്നെ അതിൻ്റെ ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് ഭാഗമൊക്കെ ഇവിടെ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ കുറേ ആളുകൾ, അപ്പോൾ ഇവിടെയൊക്കെ ചില പ്രൈസ് ആക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അവിടുന്ന് അതൊരു റെസിസ്റ്റൻസ് ആണ്, സപ്ലൈ സോൺ ആണ്, താഴേക്ക് പോകുമെന്ന് കരുതി കുറേ ആളുകൾ സെല്ലിൽ നിൽക്കുന്നു. അപ്പോൾ കുറേ ആളുകൾ സെല്ലിൽ നിന്നാൽ മാത്രമേ അവർക്ക് കുറേ അധികം ക്വാണ്ടിറ്റിയിൽ വാങ്ങാനുള്ളതാണ്. സ്മാർട്ട് മണി വലിയ എമൗണ്ടിന് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ കുറേ ആളുകൾ സെല്ലിൽ നിൽക്കുമ്പോൾ അവർക്ക് വാങ്ങാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ അവർ ഇവിടുന്ന് അങ്ങോട്ട് ബൈ വീണ്ടും ചൂസ് ചെയ്യുന്നു. ഈ വാങ്ങുന്ന ഇവിടെ വിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ അവർ വാങ്ങിച്ചു കൂട്ടുന്നു. അങ്ങനെ അക്കുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അക്കുമുലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും അടുത്ത ലെവലിലെത്തുമ്പോൾ അവിടുന്ന് വീണ്ടും അവർ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. സ്മാർട്ട് മണി ആയിട്ടുള്ള ആളുകൾ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ അവർ അങ്ങനെ ബുക്ക് ചെയ്ത് അത് വീണ്ടും താഴേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ ഇവിടെ നിന്നും കുറേ ആളുകൾ സെല്ലിൽ നിൽക്കുന്നു. അപ്പോൾ അവിടുന്ന് വീണ്ടും അവർ വാങ്ങിച്ച് അത് അക്കുമുലേറ്റ് ചെയ്യുന്നു. അക്കുമുലേറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് അവർ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്കൊക്കെ എത്തി എന്ന് കാണുമ്പോൾ, അപ്പോൾ അവിടെ ഇപ്പോൾ ഇതുവരെയുള്ളത് അവർ പ്ലാൻ ചെയ്ത ഒരു 1% 251 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിഫ്റ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അവരപ്പോൾ ഇത്രയും സോണിൽ, ഈ സോണിലുള്ള മുഴുവൻ അവർ വാങ്ങിച്ചിട്ടുള്ളതിൽ ഓരോ ലെഗിലും അവരെ സംബന്ധിച്ച് ഒരു പ്രോഫിറ്റിലാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച് ചിലതൊക്കെ അവർ ഇവിടെ തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പകുതി വരെയൊക്കെ വിറ്റിട്ടുണ്ടാവുള്ളൂ, ബാക്കി അവർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പകുതിയൊക്കെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതാം നമുക്ക്. അപ്പോൾ അതിന് ഇപ്പോൾ ഇനി അങ്ങോട്ട് അവർക്ക് അതിൻ്റെ ഒരു ആ ബാക്കി വരുന്നൊരു പകുതിയും കൂടെ ഒരു ഇവിടെയെങ്കിലേക്ക് എത്തിച്ചാൽ അവർ നിലവിലുള്ള എല്ലാ ഇതും പ്രോഫിറ്റിൽ ബുക്ക് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്ത് അവർക്ക് ഫ്രീ ആവാം. അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് ഹോൾഡ് ചെയ്യാം, സ്വന്തമാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നോക്കുമ്പോൾ ഇനിയിപ്പോൾ അത്രയും എണ്ണം വിൽക്കണമെങ്കിൽ അത്രയും എണ്ണം വാങ്ങാൻ ഇവിടെ ആൾ വേണമല്ലോ. അപ്പോൾ അത്രയും ആളുകൾ ഇവിടുന്ന് അവർക്ക് ബൈ സൈഡിൽ നിർത്തിയേ തീരും. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഒരു ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഈ നേരത്തെ പറഞ്ഞ ഇതേ പ്രൈസ് ആക്ഷൻ ഇവിടുന്ന് താഴേക്ക് 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 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കുറച്ചും കൂടെ അവിടെയൊക്കെ സെല്ലിൽ നിൽക്കുന്നു. എന്നാൽ അപ്പോൾ ആ സെല്ലിനെ അവർ കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ കുറേ അധികം ആളുകൾ ഇവിടെ സെൽ സൈഡിലേക്ക് നിർത്തും. അങ്ങനെ സാധാരണ അവർ അക്കുമുലേറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തുന്നു. ഇവിടെ അവർ സെല്ലിൽ തന്നെ നിർത്തുന്ന സമയത്ത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സും വീക്ക് ഹാൻഡ്സ് എന്ന് നമുക്ക് കോമൺലി പറയാവുന്ന ആളുകൾ, അവരിവിടെ സെല്ലിൽ നിൽക്കുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് മോസ്റ്റ്ലി ഇവിടെ ആയിരിക്കും. അപ്പോൾ പ്രൈസ് ഇങ്ങനെ വരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെയുള്ള സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്ത ആളുകൾ തിരിച്ച് വാങ്ങിക്കുകയാണല്ലോ വേണ്ടത്. അവർ ബൈ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകൾക്ക് ബൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അവരുടെ ബൈ ഓർഡറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്മാർട്ട് മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് സ്മാർട്ട് മണി പ്ലാൻ ചെയ്യുന്നത്? അവർ ഇവിടെ നിന്നൊക്കെ ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്ന സ്മാർട്ട് മണിയാണ് ഇതിൻ്റെ മേജർ പങ്ക്. അവർക്ക് ഇതെല്ലാം ഇവിടെ അവർ ബൈ ചെയ്ത് കൊണ്ടുപോയതാണ്. ഇനി അതെല്ലാം സെല്ല് ചെയ്യണം. ഇതൊക്കെ സെല്ല് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ ബൈ ഓർഡറുകൾ വേണം. ബൈ ഓർഡറുകൾ ഇവിടെ എല്ലാം വേണം. അവർക്ക് ഇവിടെ എല്ലാം ബൈ ഓർഡറുകൾ വേണം. ഇവിടെയൊക്കെ ബൈ ഓർഡറുകൾ വേണം. അപ്പോൾ അതിനായിട്ട് അവർ മാർക്കറ്റിനെ ഈ രീതിയിൽ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് സാധാരണ ആളുകൾ വെക്കുമെന്നുള്ളത് അറിയാം. അപ്പോൾ അതിനെ ഇവിടുന്ന് അവർ തിരിച്ച് മുകളിലേക്ക് വീണ്ടും വലിയ ഒരു ക്യാൻഡിലൊക്കെ വീണ്ടും വാങ്ങിച്ചുകൊണ്ട് അവർ വീണ്ടും ഇവിടുന്ന് ചിലപ്പോൾ ഒരു ക്യാൻഡിലൊക്കെ ഒരു സൈസിലൊക്കെ ഓർഡറുകൾ പ്ലേസ് ചെയ്തുകൊണ്ട്, ഒരു ക്യാൻഡിലിൻ്റെ സൈസ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇമാജിനറി ആണ്. അത് ഒരു ക്വാണ്ടിറ്റി രീതിയിലാണ് അവർ കണക്കാക്കുക. അപ്പോൾ ആ ക്വാണ്ടിറ്റി ഒരു 100 കോടിക്കാണെങ്കിൽ 100 കോടിക്ക് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ പിന്നെ അതിൻ്റെ ഫോളോ അപ്പിൽ ബാക്കിയുള്ളവരൊക്കെ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവാണ്, അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് പിന്നെ ആളുകൾ ഇതിലേക്ക് ബൈയിലേക്ക് വരുന്നു. ബൈയിലേക്ക് വരുമ്പോൾ അവർ പതുക്കെ എന്ത് ചെയ്യുന്നു? ഇവിടെ എല്ലാം അവർ ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പതുക്കെ അങ്ങനെ ഡംപ് ചെയ്യുന്നു. ബൈയിലേക്ക് വരുന്നവരിലേക്കൊക്കെ ഡംപ് ചെയ്യുന്നു. അപ്പോൾ ഒരു പക്ഷേ പിന്നെ ഇടയ്ക്ക് അവർ കുറച്ചൊന്ന് ബൈ വീണ്ടും എടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ബൈ വരുമ്പോൾ ഒന്നും കൂടെ ഒരു പുഷ് കിട്ടും മുകളിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നേരത്തെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടല്ലേ, ഇവിടെ നിന്ന് സെല്ലിൽ നിന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഉണ്ട്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ഉണ്ടോ? വരകൾ ഇതാ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാ ആ സ്റ്റോപ്പ് ലോസ് ആണ് ഈ കാണുന്നത്. ഇതാ ഈ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ ബൈ സൈഡിൽ നിർത്തുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവരൊന്ന് ബൈയിലൊക്കെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യിക്കുമ്പോൾ ഇവരുടെയൊക്കെ ബൈ ഓർഡറുകൾ
റീറ്റെയിലേഴ്സാണ് ഇവിടുന്ന് സെല്ലിലേക്ക് നിന്നിട്ടുള്ളത്, വീക്ക് ഹാൻഡ്സ് ആണ് സെല്ലിലേക്ക് നിന്നിട്ടുള്ളത് പെട്ടെന്നുള്ളൊരു ബെൻഡിൽ. അപ്പോൾ അവിടെ അവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ഇവിടെ ഉണ്ടാവാം. ഒരു കൂട്ടം റീറ്റെയിലേഴ്സ് സെല്ലിലേക്ക് നിന്നു. ഇനി ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇത് കുറേ ആളുകൾ എങ്ങനെ മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത്, ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോകുന്നു. ഹയർ ഹൈസ് ആണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ ഇതും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ഇനിയും മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കും എന്നൊക്കെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെയൊക്കെ പറ്റി അറിയുന്ന ആളുകൾ ഇവിടെയും കുറേ ബൈ ഓർഡറുകൾ പ്ലേസ് ചെയ്യും. ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞ് മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ തിരിഞ്ഞ് കയറാനുള്ള ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്വാണ്ടിറ്റിയൊക്കെ ഇവിടെ ഇടയ്ക്ക് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്തെടുക്കും. ഇവർക്ക് ആക്ച്വലി വിൽക്കുകയാണ് വേണ്ടത് കേട്ടോ. സ്മാർട്ട് മണിക്ക് ഇവരെന്ന് പറയുമ്പോൾ സ്മാർട്ട് മണിക്ക് വിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ എന്നാലും മാർക്കറ്റിനെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവരൊന്ന് പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ വന്ന് വാങ്ങും. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ബ്രേക്ക് ഔട്ടിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ബൈ ഓർഡറുകൾ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ട്രിഗർ ആവുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത് ട്രിഗർ ആവാന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് അവർ വിൽക്കും. അതൊക്കെ അവർ വാങ്ങിച്ചു വെച്ചതൊക്കെ ഇവിടുന്ന് അങ്ങനെ വിൽക്കും. ഇവിടെ കുറേ ഇവിടെ വാങ്ങാൻ കുറേ ആൾക്കാരുണ്ട്, ഇവിടെയൊക്കെ വാങ്ങാൻ ആൾക്കാരുണ്ട്. കാരണം അത് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, വൺസ് അഗെയിൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇവിടേക്ക് ഇവിടുന്നൊക്കെ ഇത് മുകളിലേക്ക് പോകുമ്പോഴും ഇവിടെയൊക്കെ ഇത് ഈ ഒരു നിലവിലുള്ള ഹൈനെ ക്രോസ് ചെയ്തിട്ട് പോകാന്നുള്ള കൺസെപ്റ്റിൽ വാങ്ങുന്ന കുറേ ആളുകളുണ്ട്. അവരിലേക്കൊക്കെ ഇവിടെ വാങ്ങി ആൾറെഡി പ്രോഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കും, സെല്ല് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റ് പതുക്കെ ബെൻഡാവും. അപ്പോൾ അവിടുന്ന് വീണ്ടും അവരൊന്നും കൂടെ ബൈയിലേക്ക് നിർത്താൻ നോക്കും, കുറച്ച് ഒരു എമൗണ്ട് കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും ബൈയിലേക്ക് വരും. റീറ്റെയിലേഴ്സ്, വീക്ക് ഹാൻഡ്സ് വീണ്ടും ബൈയിലേക്ക് വരും. അപ്പോൾ അവർ ഇവിടെ കുറേ ഭാഗം വാങ്ങിച്ചതൊക്കെ ഇപ്പോൾ അവർ നേരത്തെ സ്മാർട്ട് മണി ഇത് മൊത്തത്തിൽ സ്മാർട്ട് മണിയുടെ ആണ് മേജർ പങ്കുമെന്ന് കരുതുക. അപ്പോൾ അവരിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ അവർ വിൽക്കുന്നു. കാരണം ഇവിടെ റീറ്റെയിലേഴ്സൊക്കെ ബൈയിൽ നിൽക്കുകയാണ്. ഇവർ ആൾറെഡി വാങ്ങുന്ന സാധനം, ഇവർ വാങ്ങിച്ച സാധനം ഇവർക്ക് വിൽക്കണമെങ്കിൽ അപ്പുറത്ത് വാങ്ങാൻ ആളുകൾ വേണമല്ലോ. അപ്പോൾ വീണ്ടും മാർക്കറ്റ് കുറച്ചും താഴേക്ക് വന്നു. പിന്നെ കുറച്ച് വീണ്ടും അവർ മുകളിലേക്ക് ഒന്ന് കൊണ്ടുപോകുമ്പോൾ കുറേ റീറ്റെയിലേഴ്സ് വീണ്ടും വീക്ക് ഹാൻഡ്സ് വീണ്ടും ബൈയിലേക്ക് വരുന്നു, ബൈ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർ ഇവിടെ നേരത്തെ വാങ്ങിച്ചു വെച്ചതൊക്കെ ആരാണ് ഇവിടെ സ്മാർട്ട് മണിയാണ് ഈ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. സ്മാർട്ടിൻ്റെ എസ് ആണ്, ഇത് സെല്ലല്ല. അവർ വാങ്ങിച്ചു വെച്ചൊക്കെ ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് വിൽക്കുന്നു. അങ്ങനെ വിറ്റ് ഇവിടെ അവർ ആദ്യത്തെ കയറി പോകുന്നതിന് ഇടയ്ക്ക് തന്നെ പലതും അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അത് കൂടാതെ ബാക്കിയുള്ള 50%, 60%, 40% എത്രയാണുള്ളത് വെച്ചാൽ അതൊക്കെ അവർ ഇവിടെ നിന്ന് തന്നെ വിറ്റ് ഒഴിവാക്കിയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ലെവലിലൊക്കെ മാർക്കറ്റ് എത്തിക്കുന്നു. പിന്നീട് എന്താണോ മാർക്കറ്റിൻ്റെ ഓവറാൾ ന്യൂസും ട്രെൻഡും ഗ്ലോബൽ എക്കണോമിക് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാർക്കറ്റിന് ഏത് ഡയറക്ഷനിലേക്കാണോ പ്രധാനപ്പെട്ട സ്മാർട്ട് മണി ആയിട്ടുള്ള ആളുകൾ കൺസിഡർ ചെയ്യുന്നത്, ആ ലെവലിലേക്ക് ആ ഡയറക്ഷനിലേക്ക് അവർ നിൽക്കും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ ഇനിയൊരു ലോങ് റണ്ണിൽ മാർക്കറ്റ് താഴേക്കാണ് എന്നുള്ളതാണ് അവരുടെ വ്യൂ. വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റകളൊക്കെയാണ് നിലവിലുള്ളതെങ്കിൽ പിന്നെ അവർ സെല്ലിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് അവർ പൊസിഷനുകൾ സെറ്റ് ചെയ്യും. അപ്പോഴും കുറേ ആളുകൾ ബൈയിൽ നിർത്തിയിട്ടൊക്കെ മാർക്കറ്റിനെ കൊണ്ടുപോകും. ഇനിയല്ല, വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ബുള്ളിഷാണ് എന്നുള്ളതാണ് ഇതിലെ മേജർ പ്ലേയേഴ്സിൻ്റെ വ്യൂ എങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അവർ ഒരുക്കിയിട്ട് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അതിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലുള്ള ആക്ടിവിറ്റി തന്നെ ഇവിടെ വീണ്ടും നടക്കും. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ ജനറലി സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഈ കൂട്ടിയും കുറച്ചുള്ള ഈ കളിയിലാണ് മിറ്റിഗേഷൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മിറ്റിഗേഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് ചാർട്ടിലൊന്ന് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്.
അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലുള്ള അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും. ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം. ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അവർ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇത് ഇന്നത്തെ പ്രൈസ് മൂവ്മെൻ്റ് ആണിത് 15 മിനിറ്റിൽ. ഇത് കഴിഞ്ഞ 2 ദിവസമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫാള് കിട്ടി. പിന്നെ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇവന് ഇത്രയും എത്തിച്ചല്ലോ. അപ്പോൾ ഈ ഒരു പോയിന്റ് റാലി ട്രേഡ് ചെയ്തുകൊണ്ട് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്, നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2% മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അത്രയും ഒരു പ്രോഫിറ്റും കൂടെ എടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് കരുതുന്ന കുറേ ആളുകൾ, കുറേ സ്മാർട്ട് മണീസ്. ഇത് തന്നെ പല സ്റ്റാൻഡിലും പല സ്മാർട്ട് മണികളും നിൽക്കും. എല്ലാ സ്മാർട്ട് മണിയും പ്രോഫിറ്റിലാണ് എന്നൊന്നും കരുതണ്ട. സ്മാർട്ട് മണിയിലും ലോസ് ബുക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ സ്മാർട്ടായിട്ടുള്ള ആളുകൾ അവരുടെ വ്യൂവിൻ്റെ അനുസരിച്ച് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഓർഡറുകൾ മാച്ച് ആവുന്നത് അങ്ങനെ പലരും പല വ്യൂവിലും നിൽക്കുന്ന വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഡിഫറെൻറ്റ് വ്യൂവിലുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും വിൻ ചെയ്യുന്ന ആളുകളുടെ ഒരു വ്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ അവരെ വലിയൊരു എമൗണ്ടിന് ഇപ്പോൾ ഇവിടെ ഈ ലെവലിലെത്തിയിട്ട് ഇനി അങ്ങോട്ട് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ബാക്കിയുള്ളവരെ സെല്ലിലേക്ക് നിർത്തണം. അപ്പോൾ സെല്ലിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇവിടെയൊക്കെ അവരുടെ താഴേക്കുള്ള റാലിക്കിടയിൽ അവർ സെല്ലിൽ നിൽക്കുകയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സെല്ല് സ്ക്വയർ ഓഫ് ചെയ്ത് ബൈ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് അവർ മാർക്കറ്റ് ഒന്നുകൂടെ മുകളിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ഈ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുകയോ ചെയ്തു. അങ്ങനെ മാർക്കറ്റിൽ ഓരോ ക്യാൻഡിലുകളും അവർ നോക്കി ചലിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും ഇതിനെ റീഡ് ചെയ്യരുത്. കുറേയധികം ആളുകൾ ചേർന്നിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷനാണ്. പക്ഷെ അതിൽ നല്ല വ്യൂ ഉള്ള വലിയ ഫണ്ടുള്ള ആളുകൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ളത് അസംഷൻ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് മാർക്കറ്റിൽ ഓർഡറുകൾ പ്ലേസ് ചെയ്യുകയും അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റുകൾ അവിടെ ഉണ്ടായി വരികയും ചെയ്യും. അല്ലാതെ മാർക്കറ്റിനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ അവർ നീക്കാം, 1-2 ആളുകൾ തീരുമാനിച്ചാൽ നീക്കാം എന്നുള്ള അർത്ഥത്തിലല്ല വായിക്കേണ്ടത്. അവിടെ അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ സംഭവിക്കുന്നു. സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ആ ഒരു
മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അവർക്കറിയാം ജനറലി എങ്ങനെയാണ് റീറ്റെയിലേഴ്സ് ബിഹേവ് ചെയ്യുന്നത്, വീക്ക് ഹാൻഡ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്മാർട്ടായിട്ടുള്ള രണ്ടോ മൂന്നോ സ്മാർട്ട് മണി കമ്പനികൾ ഉണ്ടെങ്കിൽ അവർ ഇവിടുന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒന്നും കൂടെ നിർത്തി സെല്ലിലേക്ക് നിർത്തി. അപ്പോൾ ആക്ച്വലി അവർ മുകളിലേക്കാണ് അവരുടെ ഡയറക്ഷനെ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറേ ആവശ്യമില്ലാതെ അവർ കുറേ സെല്ല് ചെയ്യും. ഈ സെല്ല് ചെയ്തതൊക്കെ താഴേക്ക് വന്ന്, അപ്പോൾ എല്ലാവരും ഇവർ സെല്ല് ചെയ്യുന്നത് കാണുമ്പോൾ റീറ്റെയിലേഴ്സ് എല്ലാം എവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വിളിച്ചിരിക്കുന്നുണ്ട്. ഓരോരുത്തർ അവരുടെ ഓർഡറുകൾ വെച്ചിട്ട് എല്ലാവരും ഓടി വന്നിട്ട് സെല്ലിലേക്ക് നിൽക്കും. സെല്ല് ഇതാ മാർക്കറ്റ് താഴെ പോണു, പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ലൈവ് ആയിട്ടുള്ള സമയത്ത് സങ്കല്പിച്ച് നോക്കുക. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്യാൻഡിൽ ലൈവിൽ എങ്ങനെയായിരിക്കും, ഇതിന് താഴേക്ക് നിൽക്കുമ്പോൾ ഇത് മുഴുവനായിട്ടും ഫുൾ കവർ ചെയ്തൊരു ക്യാൻഡിലായിരിക്കും ഇത്, അല്ലേ? ഫുൾ കവർ ചെയ്തൊരു ക്യാൻഡിൽ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ അതാ ഫുൾ റെഡ് ക്യാൻഡിൽ, ഇവിടെ മുതൽ ഇവിടം വരെ റെഡ് ക്യാൻഡിലാണത്, അല്ലേ? വിക്കൊക്കെ അതിന് ശേഷമല്ലേ വരുന്നത്. അപ്പോൾ ആ സമയത്ത് കുറേ ആളുകൾ ഇതാ വന്നിട്ട് സെല്ല്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടം പോലെ എല്ലാവരും ഓടി വന്ന് സെല്ല് ചെയ്യുന്നു. ഇതാടാ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോണു, പ്രധാനപ്പെട്ട ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സെല്ലിൽ വരുന്നു. ആ സെല്ലിൽ വരുമ്പോൾ അവർ ഇവിടുന്ന് ടപ്പ എന്ന് വെച്ചിട്ട് ടപ്പ വാങ്ങും. ആ വാങ്ങുന്നത് കൊണ്ടാണ് ഈ ഒരു വിക്ക് കണ്ടാ അങ്ങനെ വാങ്ങി പോകുന്നു. കുറച്ചൊന്നും കൂടെ ആളുകളെ കബളിപ്പിക്കാൻ കുറച്ചും കൂടെ താഴേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഈ വിക്കുകൾ അവർ വീണ്ടും വാങ്ങുന്നു. പിന്നെ അപ്പോൾ ഈ വിക്കുകളൊക്കെ അവിടെയൊക്കെ അത് താഴേക്ക് വരുന്നു, അതിനനുസരിച്ച് വാങ്ങുന്നു, താഴേക്ക് കൊണ്ടുവരുന്നു, വാങ്ങുന്നു. അങ്ങനെ ഈ വിക്കുകളൊക്കെ ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങി ഇവിടെ എത്തുമ്പോൾ അവർ ഇവിടെ ഇവർ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു 1000 കോടി ഇവർ വെറുതെ സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. 1000 കോടി. അപ്പോൾ ഇവിടുന്ന് ഈ ഓർഡറുകളെല്ലാം നിൽക്കുമ്പോൾ ഇവിടുന്ന് പിന്നെ കുറേ പ്രൈസ് തിരിച്ച് കയറുന്നത് കാണുമ്പോൾ ഇവരിതെല്ലാം വാങ്ങിക്കൂട്ടാണല്ലോ. റീറ്റെയിലേഴ്സ് ഇതൊക്കെ സെല്ല് ചെയ്യാണ് അവിടെ ഈ താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരിതെല്ലാം വാങ്ങിക്കൂട്ടിയപ്പോൾ ഡിമാൻഡ് കൂടി. അപ്പോൾ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ 1 മിനിറ്റിലൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ ഗ്രീൻ ക്യാൻഡിൽ, ഇപ്പോൾ ഈ ചെറിയ ഗ്രീൻ ക്യാൻഡിൽ പോലും 1 മിനിറ്റ്, ഈ ചെറിയ ഗ്രീൻ ക്യാൻഡിൽ പോലും ഇപ്പോൾ ഇവിടെ 2-3 1 മിനിറ്റിലെ ക്യാൻഡിലുകളായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറേ ആളുകൾ ഇതാ ഇവിടുന്ന് ബൈയിലേക്ക് വരുന്നു. അപ്പോൾ ഇവർ പിന്നെ വലിയ വോളിയത്തിന് വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഈ പറഞ്ഞ കുറേ ആളുകളൊക്കെ സെല്ലിലേക്ക് നിർത്തിയാൽ അതിൻ്റെ എല്ലാം ഒരു വലിയ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കുന്നു, വലിയ ലിക്വിഡിറ്റി വരുന്നു. അപ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇപ്പോൾ ഇവിടെ മൊത്തം 10 പേര് നമ്മൾ ട്രേഡ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പോഴേക്കിനും ഈ ഒരു ക്യാൻഡിലൊക്കെ കഴിയുമ്പോഴേക്കിനും ഇതിങ്ങനെ കുറച്ചും കൂടെ ഇവിടെയൊക്കെ ക്രോസ് ചെയ്യുമ്പോഴേക്കിന് 10 പേരിൽ 8 പേരും ബൈയിലേക്ക് നിൽക്കുന്നു, 2 പേര് മാത്രമേ സെല്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ 2 പേർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും, അല്ലേ? അവർ പറയുന്ന വിലയ്ക്ക് ഇവർ വാങ്ങാൻ തയ്യാറാവും. 8 ആൾ ആവശ്യക്കാരുണ്ട് നമ്മൾ സാധനം വാങ്ങാൻ, 2 ആളെ വിൽക്കാനുള്ളൂ. 8 ആൾ തമ്മിലും ഈ സാധനം വാങ്ങാൻ മത്സരമാണ്, കിട്ടിയ പൈസയ്ക്ക് വാങ്ങൂലേ? അപ്പോൾ ഇവിടെയൊക്കെ ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഹയർ പ്രൈസിലായിരിക്കും, അതിലേക്കൊക്കെ എടുത്തിട്ട് ട്രിഗർ ചെയ്ത് പ്രൈസ് പോകും. അപ്പോഴാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ വലിയ മൂവ്മെൻറ്റ് ഇവിടെ ബയ്യേഴ്സ് കൂടുതലും സെല്ലേഴ്സ് കുറവുമാണ്, ഡിമാൻഡാണ് കൂടുതൽ, സപ്ലൈ കുറവാണ്. അതുകൊണ്ടാണ് വലിയ ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരെ പറ്റിക്കാനായിട്ട് ചെയ്തു വെച്ച ഒരു 1000 കോടിയുടെ കഥ പറഞ്ഞല്ലോ ഒരു എക്സാമ്പിളായിട്ട്. ഇപ്പോൾ ഈ 1000 കോടി അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു 1000 കോടി ഇവർ വെറുതെ സെല്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിതിൽ കുറേ എണ്ണം ഇവിടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇട്ട് കളിപ്പിച്ച് അവർ ഇവിടെ താഴേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവർ ആ താഴേക്ക് കൊണ്ടുപോയി 1000-ൽ കുറേയൊക്കെ ഇവിടെ വിറ്റു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ഒരു വിധമൊക്കെ ഒരു 500 കോടി, ഈ 1000-ൽ 500 കോടി അവർ ആ സമയത്ത് അവിടെ ഇട്ട് കളിപ്പിച്ച് അവിടെയൊക്കെ വിറ്റ് ഒഴിവാക്കി. പക്ഷേ ബാക്കി 500 കോടി ഇപ്പോഴും മൈനസായിട്ട് അവർ സെല്ല് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിമാൻഡ് കൂടി. ഈ സമയത്ത് ഇവരുടെ ഓർഡറുകളൊന്നും ഇവിടുന്ന് ഫില്ല് ചെയ്യപ്പെട്ടില്ല. കാരണം ഇവിടുന്ന് പെട്ടെന്ന് ഇപ്പം ഇവിടുന്ന് അവർ സെല്ല് ചെയ്ത ഓർഡറുകൾ അവർക്ക് തിരിച്ച് വാങ്ങണം, അല്ലേ? സെല്ലിലുള്ളത് തിരിച്ച് വാങ്ങണം. അതേസമയം പുതിയ അവർ കൊണ്ടുവരുന്ന എമൗണ്ടും ബൈ സൈഡിലേക്ക് നിർത്തണം. പുതിയ ആളുകളും ബൈ സൈഡിലേക്ക് വരുന്നുണ്ട്. പ്രൈസ് മൊത്തത്തിൽ മുകളിലേക്ക് ആയതുകൊണ്ട് റീറ്റെയിലേഴ്സും ബൈ സൈഡിലേക്ക് വരുന്നുണ്ട്. ഇവർ ആൾറെഡി സെല്ല് ചെയ്ത് വെച്ചത് സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ സെൽ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ അതും ബൈ ഓർഡർ ആണല്ലോ. പിന്നെ പുതുതായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അവർക്ക് ബൈ ചെയ്യണം, അപ്പോഴും ബൈ ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ ബൈയുടെ കളിയാണ്. അപ്പോൾ ഇവർക്ക്
അങ്ങനെ ഈ പഴയ സെല്ല് ചെയ്ത് വെച്ച് എല്ലാം കൂടെ ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോഴാണ് പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യുന്നതും. അപ്പോൾ ആ ഓർഡറുകളുടെ ഒരു ഇൻബാലൻസ് ആണ് ഇവിടെ ഈ ഗ്യാപ്പായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അവർക്ക് മുഴുവനായിട്ട് അവരിവിടെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ട ആ എമൗണ്ട് 1000 കോടി അവരിവിടെ ഇട്ടു. എന്നാൽ 1000 കോടിയിൽ ഒരു 500 കോടിയൊക്കെ അവർ തിരിച്ച് അപ്പോൾ തന്നെ വാങ്ങിച്ച് ക്ലോസ് ചെയ്തു. ബാക്കി അവർക്ക് ക്ലോസ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ആരുടെയൊക്കെയോ പല പല ഓർഡറുകളോ ഹിറ്റ് ചെയ്തു. എന്നാൽ അവരുടെ ഓർഡറുകൾ അവിടെ പെൻഡിങ്ങിൽ കടന്നു. കുറേ ഓർഡറുകൾ, വലിയ ഓർഡറുകൾ പെൻഡിങ്ങിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വലിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻബാലൻസ് ഉണ്ട്, ആക്ച്വലി ഓർഡറിൽ ഇൻബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് പ്രൈസിനെ മുകളിലേക്ക് ഇവർ പോകും തോറും എന്ത് സംഭവിക്കുന്നു? പ്രൈസ് മുകളിലേക്ക് ഇവിടുന്ന് പോകുന്ന സമയത്തൊക്കെ ഇവരുടെ ഈ പിന്നെ 500 കോടിക്ക് അവർ സെല്ല് ചെയ്തത് എന്താവും? ഇതങ്ങനെ ഇത് ലോസായി വരും. ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു 10 പോയിന്റിൽ വരുമ്പോൾ അതൊരു പിന്നെ ഒരു 100 കോടിയുടെ ലോസ്, പിന്നെ ഒരു 200 കോടിയുടെ ലോസ്, 300 കോടിയുടെ ലോസ്. നമ്മൾ വിറ്റ സാധനം മുകളിലേക്ക് മാർക്കറ്റ് തിരിച്ചു കയറുകയാണെങ്കിൽ അത് ലോസ് ആവുമല്ലോ, നമ്മളുടെ MTM മാറുമല്ലോ. അതുപോലെ അവരുടെ MTM മാറും. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോകും തോറും ഇത് ലോസായി വരികയാണ്. ഇതിനവർക്ക് ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആ സെല്ല് അവിടെ തന്നെ കിടക്കുകയാണ്. എന്നാൽ അവരുടെ ആക്ച്വൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെയും വാങ്ങിക്കൂട്ടി മുകളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവരിത് മുകളിലേക്ക് കൊണ്ടുപോകുന്നതോറും ഇവിടുന്ന് ഇത് 300 കോടിയുടെ നഷ്ടം, 400 കോടിയുടെ നഷ്ടം, 500 കോടിയുടെ നഷ്ടം, ഈ നഷ്ടം അങ്ങനെ കൂടി വരും അല്ലേ? അപ്പോൾ ഇത് മുകളിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് അവർ ഇനി വരും ദിവസങ്ങളിൽ ഒരു അടുത്തൊരു 5 മാസം മുകളിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാനെങ്കിൽ, അങ്ങനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ നഷ്ടം വലിയ ഹ്യൂജ് നഷ്ടമാവുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ സ്ക്വയർ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രൈസ് ഇവിടേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരാൻ കുറച്ച് സെല്ല് ഇവിടുന്ന് അവർ കുറച്ച് സെല്ല് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടുന്ന് അവർ വാങ്ങലൊക്കെ നിർത്തും. കുറേ അധികം വാങ്ങി ഇവിടെ എത്തിയല്ലോ, വാങ്ങൽ നിർത്തിയിട്ട് ഇവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കുറേ ആളുകളെ വീണ്ടും സെല്ലിലേക്ക് നിർത്തി അവരും സെല്ല് ചെയ്ത് അവരിപ്പോൾ ഇവിടുന്നൊക്കെ വാങ്ങിച്ച് കിട്ടിയ കുറച്ചെണ്ണം പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പ്രോഫിറ്റൊക്കെ അവർ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്യും. ചെറിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ആൾറെഡി പ്രൈസ് താഴേക്ക് വരും. അപ്പോൾ കുറച്ച് ആളുകൾ വീണ്ടും സെൽ സൈഡിൽ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സെൽ സൈഡിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഇത് ഇവിടെ അവർ സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവർക്ക് ഇവിടുന്ന് വാങ്ങുകയാണ് വേണ്ടത്, ഇത് സ്ക്വയർ ഓഫ് ചെയ്യാൻ ഈ ലോസിലുള്ള സാധനം. അതിനെയാണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ലഘൂകരിക്കുകയാണ്, നഷ്ടത്തിനെ ലഘൂകരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളിലേക്കൊക്കെ സെല്ല് പൊസിഷൻസിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ കയ്യിലേക്ക് ഇവരുടെ ഇവിടെ ഈ നഷ്ടത്തിൽ കിടക്കുന്ന ഈ 500 കോടി എന്നുള്ള എക്സാമ്പിൾ പറഞ്ഞ 500 കോടി ഇവിടെ അങ്ങനെ ആയിട്ട് കുറച്ചായിട്ട് അവർ തിരിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇവർ സെല്ല് ചെയ്യാണല്ലോ, ഇവിടെ കുറേ ആളുകൾ സെല്ലിലേക്ക് നിൽക്കുകയാണ്, റീറ്റെയിലേഴ്സ്. ആ സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് ഈ ആരുടെ നിന്നാണ് സെല്ല് ചെയ്യുന്ന ആളുകൾ ആരിലേക്കാണ് സെല്ല് ചെയ്യുന്നത്? ഇവരിലേക്കാണ് സെല്ല് ചെയ്യുന്നത്. സെല്ല് ചെയ്യുന്ന ഒരാൾ സെല്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ അപ്പുറത്തെ ബൈ ചെയ്യാൻ ആളുണ്ടല്ലോ, ആ ബൈ ചെയ്യുന്ന ആൾക്കാണ് സെല്ല് ചെയ്യുന്നത്. ഒരു സെല്ലറുണ്ട്, അപ്പുറത്ത് ബയ്യറുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സെൽ പൊസിഷൻ്റെ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞാൽ ബൈ പൊസിഷനാണ്. അപ്പോൾ ആ ബൈ പൊസിഷൻ ഇവർക്ക് ഒക്കെ വാങ്ങാനുള്ള അവസരമായിട്ട് മാറുന്നു. അതായത് വീക്ക് ഹാൻഡിൻ്റെ സെല്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, അവിടെ സ്ട്രോങ് ഹാൻഡിൻ്റെ ബൈ ആണ് ഇവിടെ നടക്കുന്നത്. ഇത് താഴേക്ക് വരുമ്പോൾ വീക്ക് ഹാൻഡിൻ്റെ സെല്ലിംഗ് ആണ് നടക്കുന്നത്. സ്ട്രോങ് ഹാൻഡ് ഇവിടെയൊക്കെ ലാസ്റ്റത്തിലുണ്ടായിരുന്ന സാധനങ്ങൾ അവരെ സെൽ പൊസിഷൻ അവർ സ്ക്വയർ ഓഫ് ചെയ്യുകയാണ് ബൈ ഓർഡറുകളായിട്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റീപ്ലൈ ചെയ്ത് കേട്ടാൽ മതി. സിമ്പിളാണ്, ക്ലിയർ ആണ്. അപ്പോൾ ഇത് അങ്ങനെ സംഭവിക്കുന്ന ഇതിനെയാണ് അവരെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പ്രൈസ് ഇതിനിടയ്ക്ക് ഫില്ല് ചെയ്യാൻ വരും എന്ന് ചോദിച്ചാലുള്ള ബേസിക് ആൻസർ ഇത് തന്നെയാണ്. ഇത് വന്നിട്ടില്ലെങ്കിൽ അവർ ഈ നഷ്ടം 500 കോടിയോ 1000 കോടിയുടെ നഷ്ടം ഇത് മുകളിലേക്ക് പോകുമ്പോഴും അവർ അതിൻ്റെ നഷ്ടം അങ്ങനെ കൂടി വരും. 500 കോടി നഷ്ടമുള്ളത് 1000 കോടി ആവുന്നു, 1500 കോടി ആവുന്നു, അങ്ങനെ പോകുന്നു. ഈ 500 കോടി ഇവിടെ സാമ്പിളിനും വേണ്ടിയിട്ട് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇപ്പുറത്ത് അവർ 1000 1500 വേറെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അവർ അതിനെ അങ്ങനെ ഇട്ടിട്ട് പോകുന്നതിന് പകരം പ്രത്യേകിച്ച് വലിയ റാലികളൊക്കെ ആണെങ്കിൽ ഇത് കാര്യമായിട്ടുള്ളൊരു എമൗണ്ട് അവർക്ക് ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ വന്നിട്ട് ഈ ഇതിലേക്ക് ഓർഡർ ഫില്ല് ചെയ്തുകൊണ്ട് അതിനെ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ഗ്യാപ്പിലേക്ക് ഓർഡർ ഫില്ല് ചെയ്തിട്ട് ആ ഓർഡർ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് മുകളിലേക്ക് പോയാൽ
ഇപ്പോൾ ഇവിടെ ഇവിടെ വരെ വന്നില്ല. ഇനി ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഈ എക്സാമ്പിളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷനാണ് ഇനി നമുക്ക് ഇവിടെ അവർക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇത്രയും അവർ ഫില്ല് ചെയ്ത് ഇത്ര ഉണ്ടായിരുന്നത് ഇത്രയും അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടോ, ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ റാലിയാണ്. ഈ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു വലിയ റാലിയാണെങ്കിൽ ഇവർക്ക് ഇതും കൂടെ ഫില്ല് ചെയ്തിട്ട് പോകുന്നതായിരിക്കും അവർക്ക് സേഫ് സ്മാർട്ട് മണിക്ക്. അപ്പോൾ അവർ അതും കൂടെ ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ കുറച്ചും കൂടെ താഴെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി നോക്കും. അതല്ല, കുറച്ച് ദിവസം കൂടെ ഒന്ന് മുകളിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണെങ്കിൽ അപ്പോൾ അവർക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് ഈ ലോസിൽ നിൽക്കുന്നതൊക്കെ അപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യുകയും ചെയ്യാം. ആ ഒരു പെർസെപ്ഷനിലും അങ്ങനെ ഇട്ടിട്ട് അതങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാതെ ഇട്ടിട്ട് പോവാം. പക്ഷെ കൂടുതലും അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡും മാർക്കറ്റിൻ്റെ വ്യൂ ഒക്കെ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യപ്പെടും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ നഷ്ടം വലിയ നഷ്ടമായിട്ട് വെക്കാൻ അവർ ആഗ്രഹിക്കില്ല. സൂണർ ഓർ ലേറ്റർ ഇറ്റ് വിൽ ബി ഫിൽഡ്. അപ്പോൾ അതിന് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഒരു കൺസെപ്റ്റാണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ മിറ്റിഗേറ്റ് ചെയ്യുന്നതിലൂടെ അവരെ റിസ്ക് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് അവരെ നഷ്ടം റെഡ്യൂസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുള്ളതുകൊണ്ട് ഇത് നടക്കും. ഇനി ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ ഇവിടെ വരച്ച സ്ഥലത്ത് ഇവിടെ ഇതേപോലെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ ഈ കൺസെപ്റ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിൻ്റെ കൺസെപ്റ്റും ഇത് തന്നെയാണല്ലോ. ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഇതെല്ലാം ഈ ഏരിയ ഒന്നിച്ചെടുത്തെങ്കിൽ ഇവിടെ ഈ എക്സ്ട്രാ വരുന്ന ഈ പോർഷനാണ് നമ്മളെ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നിന്നൊക്കെ അത് ഉണ്ടെങ്കിലും ഈ ഒരു പോർഷന് താഴെയുള്ള ഭാഗം മാത്രം നമ്മൾ അവിടെ ആ ഒരു കൺസെപ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻഡിൽ എന്നുള്ള കൺസെപ്റ്റിൽ കൺസിഡർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോഴും ഈ ഭാഗത്തുള്ള അവരുടെ ഓർഡറുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് ഇവിടെ വരെ വന്നാലേ, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി വരെ വന്നാലേ ഇവിടെയുള്ള ഓർഡറുകളൊക്കെ ഇവർ സെല്ലിൽ നിർത്തിയ ഓർഡറുകളൊക്കെ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ വരെ വരും. ഇനി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ അത് ഇവർ പിന്നെ താഴെ നിന്ന് ഇപ്പോൾ എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ വർക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ ആൻസറാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണേ. ഇവിടുന്ന് പ്രൈസ് അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ഇവിടുന്ന് ഒരുപാട് മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരിവിടെ മുമ്പ് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ സാധനങ്ങൾ ഇവിടെ വന്നിട്ട് സ്ക്വയർ ഓഫ് ചെയ്യുന്നു. ആ സെല്ലൊക്കെ എന്താണ്? ബൈ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ സെല്ലൊക്കെ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ അതൊരു ബൈ ആയതുകൊണ്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്യുന്നു. ഓക്കെ, ആ മാർക്കറ്റ് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ ഇതിൻ്റെ നഷ്ടം അവർ മിറ്റിഗേറ്റ് ചെയ്താൽ, ലഘൂകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആക്ച്വൽ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് മോസ്റ്റ്ലി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അപ്പാണ്. നിങ്ങൾ സ്മാർട്ട് മണിയുടെ ഒപ്പമാണ് നിൽക്കുന്നത്. സ്മാർട്ട് മണിക്ക് നിങ്ങൾക്ക് ഒരേ വ്യൂ ആണെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. മാർക്കറ്റ് സ്മാർട്ട് മണിയുടെ വ്യൂ മുകളിലേക്കാണെങ്കിൽ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡലിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട് എന്ന് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ, അടിവരായിട്ട് പറയുന്നു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ഇവിടുന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വെച്ചാൽ മതി. ഇതിന് താഴേക്ക് പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യില്ല. കാരണം ഇവർ ആൾറെഡി ഇവിടെ ഉള്ള അവരുടെ സെല്ല് പൊസിഷനുകളൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ആ മാർക്കറ്റ് ആൾറെഡി ബൗൺസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് ചെറിയൊരു റീട്രേസ്, പിന്നെ അവിടുന്ന് വന്ന ബൗൺസിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഒന്ന് കാണിച്ചാൽ, ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ബൗൺസ് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ക്യാൻഡിൽ, വലിയൊരു ക്യാൻഡിലും അവിടെ ഒരു ഇൻബാലൻസ് ഉണ്ടെങ്കിൽ മുകളിൽ പോയിട്ട് പിന്നെ ഇത് ഫില്ല് ചെയ്യാനേ വരുള്ളൂ. ഇതിന് താഴേക്ക് പിന്നെ വരേണ്ട ആവശ്യമില്ല. ആൾറെഡി ഇവിടെ ഒരു മാനിപ്പുലേഷനൊക്കെ നടന്നു, അത് സ്ക്വയർ ഓഫ് ചെയ്താണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് ക്ലിയർ ആവുന്നില്ലേ? ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതാ ഒരു ക്യാൻഡിൽ, ഇതൊരു ക്യാൻഡിലാണ്. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇതാ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് പിന്നെ ഇവിടുന്ന് ബൗൺസ് ചെയ്യണം. അപ്പോൾ ഇവർ ഇത് ഈ സെല്ല് പൊസിഷനുകളൊക്കെ സ്ക്വയർ ഓഫ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ സംഭവിച്ചതുപോലെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെയും സംഭവിച്ചു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഇതിന് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം ആൾറെഡി ഇവർ ഇതിനെ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ ഈ സെല്ല് പൊസിഷനൊക്കെ അവർ ഇവിടെ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ ബൈ പൊസിഷനാണ് ഇവിടെയൊക്കെ. അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് മാർക്കറ്റ്.
അപ്പോൾ അപ്പോൾ ഇവിടുന്ന് വലിയൊരു ബൈ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കുതിപ്പ് ഇവിടെ നടന്നതുപോലുള്ളൊരു കുതിപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഇൻബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് പോയി ഇതൊന്ന് വന്ന് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ഈ ഇൻബാലൻസിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറും. ഇതിനെ മാത്രമേ അവർക്ക് മിറ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ, ഈ ഇൻബാലൻസിനെ. അല്ലെങ്കിൽ ഇത് ഇവിടെ ഇട്ടിട്ട് പോയാൽ വീണ്ടും അവർക്ക് ഇതേ പ്രശ്നം വരും. വീണ്ടും മുകളിൽ നിന്ന് താഴെ വന്നിട്ട് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. മുകളിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലോങ് ടൈമിലുള്ള അവരുടെ വ്യൂ വളരെ മുകളിലേക്കാണെങ്കിൽ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അതിന് പകരം അവർ ഇവിടെ നിന്ന് തന്നെ അതിനങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവരുടെ ഡയറക്ഷൻ കുറേ വരും മാസങ്ങളിലൊക്കെ മുകളിലേക്കാണെങ്കിൽ അങ്ങനെ പോകും. പിന്നെ ഇത് വളരെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ, വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ ചിലപ്പോൾ അവർ അങ്ങനെ ഇട്ടിട്ട് പോകാം. അവിടെ ഒരു 10 കോടി അവിടെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ 10 കോടി മൈനസ് ആയിക്കോട്ടെ. ഇപ്പുറത്ത് അവർ ചിലപ്പോൾ 50,000 കോടിക്ക് വാങ്ങിച്ച് കൂട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു ഹെഡ്ജ് പൊസിഷൻ പോലെ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ടും സെല്ല് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻ, പിന്നെ ബുൾ കാൾ സ്പ്രെഡ് പോലെ, പുട്ട് കാൾ അല്ലെങ്കിൽ ബിയർ കാൾ സ്പ്രെഡൊക്കെ പോലെയുള്ള ഓപ്ഷനിൽ നമ്മൾ ഒരു ലെഗ് നമ്മൾ റെഡിലായിരിക്കും, എന്നാലും മറ്റേ ലെഗിലൂടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുപോലെ കിടക്കും. ആ 10 കോടി അല്ലെങ്കിൽ 100 കോടി അവിടെ റെഡായിട്ട് കിടക്കട്ടെ എന്ന് അവർ കരുതും. ബാക്കി അവർ വാങ്ങിച്ചു കൂട്ടുന്ന വലിയ ക്വാണ്ടിറ്റികളെല്ലാം പ്രോഫിറ്റിലായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഇതെല്ലാം എന്ത് കൺസെപ്റ്റ്, ഇതിൻ്റെ മറ്റ് വശം കൂടെ ചിന്തിക്കുക. അപ്പോൾ 100% ഇതങ്ങനെ എന്നുള്ള ഒരു സംഗതി മാർക്കറ്റിലില്ല എന്നുള്ളത് ആവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നതും തിരിച്ചു കയറി പോകുന്നതും. ഇനി അപ്പോൾ അത് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇത് റീബാലൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? റീബാലൻസിങ് ആണ് അടുത്ത മിറ്റിഗേഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അത് സിമ്പിളാണ്. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അത് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ഡയറക്ഷനിലും പോകുമ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്? ഓരോ സ്ഥലത്തു നിന്നും ഇപ്പോൾ ഇവിടുന്ന് പോകുന്നു, മാർക്കറ്റ് ഇവിടെ എത്തുന്നു, അത് തന്നെ അവർ ബുക്ക് ചെയ്യുന്നു. അവിടുന്ന് കണ്ടോ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ആ താഴേക്ക് വന്നിട്ട് അത് പ്രൈസ് അവർ അവിടെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടാവും, ഇവിടുന്ന് പോകുന്നു. അവിടുന്ന് ഓരോ ഘട്ടത്തിലും മാർക്കറ്റ് അങ്ങനെ റീബാലൻസ് ചെയ്ത് ഈ ഓർഡറുകൾ അപ്പം തന്നെ കുറേ എണ്ണം കിട്ടുന്ന ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഇവിടുന്ന് ആഡ് ചെയ്യുന്നു, അത് ബുക്ക് ചെയ്യുന്നു. ഇപ്പോൾ താഴേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവർ ഇത് താഴേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇവർ തന്നെയാണ് സെല്ലിന് ഇനിഷ്യേറ്റീവ് എടുത്തതെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ അവർ അവിടെ സെല് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നിങ്ങൾ 1 മിനിറ്റിൽ പോയാൽ ഇതിനകത്ത് 1 മിനിറ്റിനകത്ത് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ കാണാം. ഓക്കെ, ഇപ്പോൾ ഇതിലൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇതിനുള്ളിലൊക്കെ 1 മിനിറ്റുകൾ ഇങ്ങനെ റീട്രേസ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണല്ലോ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓരോ മൂവ്മെൻറ്റിലും അവരത് വിറ്റൊഴിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ആൾ മൊത്തം മാർക്കറ്റിലുണ്ടെങ്കിൽ 10-ൽ 8 പേരും ഒരേ ഡയറക്ഷനിൽ നിന്നാൽ മാർക്കറ്റ് പരാജയപ്പെടും അല്ലേ? പലപ്പോഴും ലിക്വിഡിറ്റിക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പുറത്ത് വാങ്ങാനും വിൽക്കാനുള്ള ആളുകളെ ഏകദേശം ഒരുപോലെ നിർത്താൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ മുകളിലേക്കാണ് പോകുന്നത്, താഴേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകണം, താഴേക്ക് പോകണം, മുകളിലേക്ക് പോകണം, താഴേക്ക് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഓടിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം ഈ 2 സൈഡിലേക്കും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാലേ ഇത് കൃത്യമായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഈ റീബാലൻസിങ് സംവിധാനം നടക്കുള്ളൂ. അത് അങ്ങനെ മുകളിലേക്ക് പോയാൽ അത് തിരിച്ചു വന്ന് റീബാലൻസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ആണെന്ന് കുറച്ച് ആളുകൾക്ക് തോന്നണം. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു റീബാലൻസിങ്ങും കൂടെ ഈ മിറ്റിഗേഷൻ്റെ ഒരു ഉദ്ദേശം അതും കൂടിയാണ്. അപ്പോൾ ഇത് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ഇങ്ങനെ റീബാലൻസിങ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള മുകളിലേക്ക് പോകുന്നു, എന്നിട്ട് ഫില്ല് ചെയ്യാൻ വരുന്നു. അപ്പോൾ അങ്ങനെ റീബാലൻസ് നടന്നാണ് അത് പോകുന്നത്. അതാണ് ഒരു മിറ്റിഗേഷൻ്റെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പിന്നെ സപ്ലൈ ഡിമാൻഡ് സോണുകളെ ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത്, ഇങ്ങനെ അവർ മിറ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, ഇത് നേരത്തെ ഒരു ഡിമാൻഡ് സോണായിട്ട് നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ ഇത് മിറ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു സോണിലേക്ക് എത്തിക്കൊണ്ട് അവർ ഒരു പ്രൈസിനെ ഒരു പ്രീമിയം പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസ് അതിനകത്തുണ്ട്, ഈ മിറ്റിഗേഷനകത്ത്. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ആകുമ്പോഴാണ് അത് വാങ്ങാൻ കുറച്ചും കൂടെ നല്ലത്, അപ്പോഴാണ് അത് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക അല്ലേ? അതേപോലെ തന്നെ അവർ വിൽക്കുന്ന സമയത്ത് അതൊരു റെസിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ ഒരു പ്രീമിയം പ്രൈസിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, സെല്ല് ചെയ്യുമ്പോൾ. അപ്പോൾ ആ പ്രീമിയം പ്രൈസിലേക്ക് എത്തിക്കുക എന്നുള്ള, അപ്പോൾ അവിടെ ഡിമാൻഡ് സോൺ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്
സപ്ലൈ സോൺ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് മുകളിലേക്ക് ആകുമ്പോൾ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പ്രൈസ് ഇവിടുന്ന് തന്നെ ബെൻഡ് ആകുമ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ബെൻഡ് ചെയ്താൽ പോരെ, മാർക്കറ്റിന് ഇങ്ങനെ പോയാൽ പോരെ. അപ്പം ഇതാണ് ഇവിടെ ബാക്കിൽ ഒരു ഹിസ്റ്ററിയിൽ പ്രകാരം ഇതൊരു സപ്ലൈ സോൺ ആണെങ്കിൽ ഇവിടുന്ന് ബെൻഡ് ചെയ്താൽ പോരെ, മതി. പക്ഷേ അവരെ സംബന്ധിച്ച് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രീമിയം പ്രൈസിനുള്ള സെല്ല് കിട്ടും, ഒന്നും കൂടെ മുകളിൽ നിന്നുള്ള സെല്ല് കിട്ടും. അപ്പോൾ ഈ റാലിയിൽ കുറച്ചും കൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അത്തരം പർപ്പസുകൾ മീറ്റ് ചെയ്യാൻ സപ്ലൈ ഡിമാൻഡ് സോളുകളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മിറ്റിഗേഷൻസ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് മിറ്റിഗേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ ഓവറാൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിലിൻ്റെ ബേസിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകളും അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇൻബാലൻസും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അത് വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മൂവ്മെൻറ്റിനനുസരിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ റാലി മുകളിലേക്കാണെങ്കിൽ ഇത് ഫില്ല് ചെയ്തിട്ട് പോകുന്നതാണ് അവർക്ക് സേഫ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളോളം കഴിഞ്ഞിട്ട്, ഒരു 6 മാസം കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ലെവലിൽ എത്തുന്നുള്ളൂ എങ്കിൽ അത്രയും കാലം ഈ ഓർഡർ അവിടെ കിടക്കും നെഗറ്റീവായിട്ട്. അപ്പോൾ അതിനുള്ള ആ റിസ്കിലേക്ക് നിൽക്കാതെ അത് ഇവർ ഇവിടുന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതായിരിക്കും അവർക്ക് സേഫ്, കുറേ എമൗണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വർക്ക് ചെയ്യും. അതുപോലെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. പ്രൈസ് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകാനാണ്, വരും ദിവസങ്ങൾ പോകാനാണ് ഉള്ളതെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്തിട്ട്, അതെല്ലാം ഇനിയിപ്പോൾ ഇവിടുത്തെ ഓർഡറുകൾ ഇവിടെ ഈ വന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡലിൻ്റെ ഓർഡറുകൾ ഇവിടെ തന്നെ അവർ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാൻഡിൽ അവർ ഫോം ചെയ്തു, ആ ക്യാൻഡിലുകൾ ഇവിടുത്തെ ഒരു വാറിനിടയിൽ തന്നെ അവർ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നടന്ന ഒരു യുദ്ധത്തിനിടത്ത് സെല്ലും ബൈയും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് അവർ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വീണ്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവിടെ ഉള്ള ഇൻബാലൻസ് മാത്രം ഫില്ല് ചെയ്താൽ മതി, അപ്പോൾ ഇവിടെ വന്നിട്ട് പോകും. ഓക്കെ, അപ്പം അങ്ങനെ അത് ആ കണ്ടീഷനും അവിടെ എന്താണ് മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, എത്ര ഓർഡറുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ഓർഡറുകൾ എവിടെയാണ് കൂടുതൽ ഓർഡറുകൾ ഉള്ളതെന്നൊക്കെ അൽഗോരിതമൊക്കെ വെച്ചിട്ട് അവർ കണ്ടുപിടിക്കാം. പെൻഡിങ് ഓർഡറുകൾ എവിടെയാണ് എന്നുള്ളത് ആ ഭാഗത്തേക്ക് അവർ മാർക്കറ്റിനെ കൊണ്ടുവരും, അവിടുത്തെ ഓർഡറുകൾ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മിറ്റിഗേഷൻ എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ വേറൊരു പെർസെപ്ഷനിൽ റീഡ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെ അങ്ങനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് അത്തരം ഏരിയകൾ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ലോജിക്ക് ഉണ്ടാവും, എന്തുകൊണ്ട് അതിനടുത്തേക്ക് വരും, ഇൻബാലൻസിൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളതിനൊക്കെ. അപ്പോൾ അവിടെ മാർക്കറ്റിൻ്റെ നിങ്ങൾക്കൊരു ലോങ് വ്യൂ കൂടെ ഉണ്ടെങ്കിൽ, ഡയറക്ഷണൽ ലോങ് വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ, വരുന്ന ഒരു മാസത്തേക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലബ് ചെയ്തിട്ട് ഇത് റീഡ് ചെയ്യുമ്പോഴാണ് ഇതിനെ നിങ്ങൾക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് റണ്ണിലേക്ക് പോകാനുണ്ടെങ്കിൽ അപ്പോൾ അത് ഇവിടുന്ന് വേഗം മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോകാനാണ് സാധ്യത എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കൂടുതൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഏതെല്ലാം സിനാരിയോയിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒന്നും 100% എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. 100% പോയിട്ട് 80% പോലും ആവണമെന്നില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം 60% പ്രോബബിലിറ്റിയുള്ള ഒരു കാര്യം കിട്ടിയാലും അത് വെച്ചിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. 50% പ്രോബബിലിറ്റിയുള്ള ഒരു കാര്യം കിട്ടിയാലും 1:1 ട്രേഡ് ചെയ്തുകൊണ്ട് 10 തവണ നിങ്ങളിങ്ങനെ ഒരു സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ സപ്പോർട്ട് എടുക്കും വിചാരിച്ചിട്ട് 5 തവണ വർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റിലാവാൻ പറ്റും. 1:2 ആണ് നിങ്ങൾ എടുക്കുന്ന റിസ്ക് റിവാർഡെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രെയിം ഉണ്ടാവും, ചെയ്യാനൊരു പ്രോസസ്സ് ഉണ്ടാവും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിറകിൽ നിങ്ങളൊരു ലോജിക്ക് ഉണ്ടാവും, നിങ്ങളുടെ മനസ്സ് കൺവിൻസ്ഡ് ആയിരിക്കും, കൺഫ്യൂഷൻസ് ഒഴിവാകും എന്നുള്ളതാണ് ഇത്തരം നോളജുകൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് പോന്നു. നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മളുടെ സ്വിംഗ് ട്രേഡുകൾ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം. യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്താൽ നമ്മൾ മെമ്പേഴ്സിന് ഇതുപോലെ ട്രേഡുകൾ ഷെയർ ചെയ്യും. വളരെ ബേസിക് ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. ട്രേഡർ, പ്രോ ട്രേഡർ എന്ന് പറയുന്നതാണ് അഡ്വാൻസ്ഡ് ലെവൽ. അതിൽ ട്രേഡർ എന്നുള്ള കാറ്റഗറിക്ക് നമ്മൾ എടുക്കുന്ന സ്വിംഗ് ട്രേഡിൻ്റെ ലോജിക്കൽ റീസണുകൾ, എന്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തു എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ അവർക്ക് ആദ്യം യൂട്യൂബിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയാണ് വേണ്ടത്. ജോയിൻ മെമ്പർഷിപ്പ് ക്ലിക്ക് ചെയ്തിട്ട്, ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ ഇത് എൻ്റെ ചാനലാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ട്രേഡ് സൈക്കോളജി എന്ന് എഴുതിയത് താഴെയായിട്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് ജോയിൻ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മെമ്പർഷിപ്പ് കാറ്റഗറി എന്നുള്ളത് വരും. ഏറ്റവും ചുരുങ്ങിയ മെമ്പർഷിപ്പ് കാറ്റഗറി ഫോളോവർ ആണ്, ട്രേഡർ, പ്രോ ട്രേഡർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് തിരഞ്ഞെടുക്കുക.
അപ്പോൾ അതിൽ അങ്ങനെ നിങ്ങൾ ഫോളോവർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മാത്രം കാണാൻ പറ്റും. അതിൻ്റെ ബൈ, അതിനകത്ത് ടാർഗറ്റ് ഉണ്ട്, എൻട്രി ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നിങ്ങൾ ട്രേഡർ അല്ലെങ്കിൽ പ്രോ ട്രേഡർ കാറ്റഗറിയാണ്. ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഈ എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തു എന്നുള്ളതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സൗകര്യമാണ്. നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്ത ട്രേഡുകളാണ് ഇതൊക്കെ. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത അല്ല, അത് റണ്ണിങ്ങിലാണ്. ഇത് ലാസ്റ്റ് 2 ട്രേഡ് റണ്ണിങ്ങിലാണ്. ഓക്കെ. ഇനി പ്രോ ട്രേഡർ ആണ് നിങ്ങൾ കാറ്റഗറി, ഏറ്റവും ടോപ്പ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഫോറക്സിൽ എടുക്കുന്ന ട്രേഡും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, BTC-യിലും USD-യിലും ഒക്കെ. ഇതിൻ്റെയൊക്കെ വിൻ റേഷ്യോ, വലിയ വിൻ റേഷ്യോ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ വരരുത്. നമ്മൾ നമ്മുടെ വിൻ റേഷ്യോ അല്ല നമ്മുടെ സ്ട്രെങ്ത്. നമ്മൾ റിവാർഡ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പിരമിഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ട്രേഡിൽ തന്നെ നല്ല റിവാർഡ് ഉണ്ടാക്കും. പക്ഷേ എടുക്കുന്ന ട്രേഡിൽ കൂടുതലും ലോസ് ആയിരിക്കും. അപ്പോൾ ലോസൊക്കെ ബെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് വരാം. പക്ഷേ ലോങ് റണ്ണിൽ മാസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ആ നല്ല ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡാണ് നമ്മുടേത്. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ഒരു 3 മാസത്തെ നമ്മുടെ നോക്കുമ്പോൾ ഏകദേശം 200% റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോറക്സിൽ. ഓക്കെ. നമ്മളൊരു 20-25% റിട്ടേൺ ലാസ്റ്റ് 6 മാസം കൊണ്ട് നമുക്ക് സിംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സിംഗിൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് അവിടെ മെമ്പേഴ്സ് ഓൾറെഡി 6 മാസമൊക്കെ മെമ്പർഷിപ്പിലുള്ള ആളുകളെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അപ്പോൾ അവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനം എടുത്ത ട്രേഡുകളാണ് ഇതൊക്കെ. ട്രേഡുകൾ കൊടുത്തതും നമുക്കത് അപ്പം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളതും ഒക്കെ അതിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൻ്റെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ ലിങ്ക് ഉണ്ട്, ഡിസ്കോഡിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരിക, സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള. അതിനകത്ത് നമ്മൾ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാത്തവർക്ക് പോലും ഇവിടെ ഫ്രീ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഇന്ന് ഷെയർ ചെയ്ത ട്രേഡുകളാണ് ഇതൊക്കെ. ഓക്കെ. ഇതൊക്കെ നമ്മളിന്ന് രാവിലെ കൊടുത്ത ട്രേഡുകളാണ്. ഈ സെല്ലൊക്കെ ഇത് ഏകദേശം 1:8 റിവാർഡ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന അന്നത്തെ ദിവസം 1:8 റിവാർഡ് കിട്ടിയ ട്രേഡാണ്. അപ്പോൾ ഈ ട്രേഡ് കുറച്ച് ദിവസം കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഇതാ അവിടെ നിങ്ങൾക്ക് ഇതിൽ കയറിയാൽ തന്നെ കാണാം. കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഞാനല്ല, ഈ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അഷ്റഫ് AR എന്ന് പറഞ്ഞാൽ 10 വർഷത്തോളമായിട്ട് നമ്മുടെ ഈ മേഖലയിലുള്ള ട്രേഡിംഗ് മേഖലയിലുള്ള ആളാണ്. പുള്ളിക്കാരൻ BSCയുടെ ഒഫീഷ്യൽ ട്രെയിനറാണ്, C ഗ്രേഡ് ട്രെയിനറാണ്. അതുപോലെ തന്നെ ആൾ ഫണ്ട് മാനേജൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഫണ്ട് മാനേജിങ് കൺസൾട്ടൻറ്റും കൂടിയാണ്. ആൾ ബ്രോക്കറാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിലെ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്ങിലെ. അപ്പോൾ നമ്മളത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് കോഴ്സ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു 1/3 ഫീസിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് 1-2 ദിവസം വന്നിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ട്രേഡുകൾ നോക്കുക. എന്നിട്ട് കോഴ്സിലേക്ക് വരണമെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ഡിസ്കോഡിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ഡിസ്കോഡിൽ പറഞ്ഞാൽ ഇവിടെ പബ്ലിക്കായിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടും. പിന്നെ ഈ ഡീറ്റെയിലുകൾ ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം, ഡിസ്കോഡിനകത്ത് തന്നെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഡിസ്കോഡിലേക്കുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. മെമ്പേഴ്സിനെ സംബന്ധിച്ച് ആ ജോയിൻ ബട്ടൺ അമർത്തിക്കൊണ്ട് മറ്റ് ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിൽ താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് ചാനലിലേക്ക് പ്രവേശിക്കാം. പിന്നെ അതുപോലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിന് ഈ ജോയിനിങ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ട്രേഡുകളൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ചാനലിലുള്ള ഒരു വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്, ഇത് അവിടെയാണ് കേട്ടോ പ്ലേലിസ്റ്റ്. ഏത് പ്ലേലിസ്റ്റ് ആണെങ്കിലും നമ്മളെ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നൊക്കെ പറയുന്ന പ്ലേലിസ്റ്റ് ഉള്ളത് ഒക്കെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിലെവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ വെൽക്കം മെസ്സേജ് ഫോർ മെമ്പേഴ്സ് ഓൺലി എന്ന് പറയുന്ന ഈ ഒരു ഫുൾ പ്ലേലിസ്റ്റ് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇടുന്ന ട്രേഡുകൾ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിൽ ഈ ഡിസ്കോഡ് എന്നുള്ള ആപ്പിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിലും ഇതിനകത്തുണ്ട്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് ട്രേഡുകൾ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഹൗ ടു ആക്സസ് ഡിസ്കോഡ് ആപ്പ് ഫ്രം ഡെസ്ക്ടോപ്പ്
അതേപോലെ അത് മൊബൈലിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ആപ്പിലേക്ക് ആക്സസ് കിട്ടേണ്ടത്. ഒന്നുമില്ല, സൈൻ ഇൻ ചെയ്യണം. നിങ്ങൾ ഏത് ഐ ഡി വെച്ചിട്ടാണോ യൂട്യൂബിൽ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഡിസ്കോഡിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യേണ്ട പ്രോസസ്സ് അതിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആണ്. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഈ പെയ്ഡ് ആയിട്ടുള്ളതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യണം. അത് വളരെ വിശദമായിട്ട് ആ വീഡിയോയിൽ ഞാൻ ഈ കാണിച്ച വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. താങ്ക് യു, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.